എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കഥാപാത്രത്തെ പറ്റിയിട്ടാണ്. കുറേയധികം ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള, കുറേയധികം ആളുകളുടെ ഇടയിൽ വിവാദങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. അത് മറ്റാരുമല്ല, കർണൻ. കുന്തിയുടെ പ്രഥമ പുത്രനായിട്ടുള്ള, സൂര്യപുത്രനായിട്ടുള്ള, രാധേയനായിട്ടുള്ള കർണനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭാരതീയ സംസ്കൃതിയുടെ ജനയിതാക്കൾ തന്നെയാണ് വ്യാസമഹർഷിയും വാൽമീകി മഹർഷിയും ഒക്കെ തന്നെ. വേദവ്യാസ മഹർഷി നമുക്ക് തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്നുള്ളത്. ഈ മഹാഭാരതം എന്ന ഗ്രന്ഥത്തെ വേണ്ട വിധം പഠിക്കാതെയും മനസ്സിലാക്കാതെയും TV സീരിയലുകളിലൂടെയും മറ്റ് നോവലുകളിലൂടെയും വായിച്ചു മനസ്സിലാക്കിയ അറിവ് മാത്രമാണ്, അല്പമായിട്ടുള്ള അറിവ് മാത്രമാണ് ഇന്ന് നമ്മളുടെ ഇടയിലുള്ളത്. എന്നാൽ മഹാഭാരതത്തിൽ വ്യാസമഹർഷി എന്താണ് കർണനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? കർണവധത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ധർമ്മത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കർണന്റെ ജീവചരിത്രമല്ല നാം പഠിക്കുന്നത്. ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കർണനെ വധിക്കാനുണ്ടായ സാഹചര്യം, അവിടെ ഭഗവാൻ കൃഷ്ണന്റെ നീതി, ഇതൊക്കെയാണ് ഈ വീഡിയോകളിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. കർണനെ പറ്റിയിട്ട് പറയുമ്പോൾ പ്രഥമ കൗന്ദേയനാണ് കർണൻ. കുന്തിയുടെ ആദ്യ പുത്രൻ, സൂര്യഭഗവാനിൽ നിന്ന് ലഭിച്ച ആദ്യ പുത്രനാണ് കർണൻ. എന്നാൽ അപവാദത്തെ ഭയന്നുകൊണ്ട് പൃഥ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ചെന്ന് കുന്തിഭോജന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തിയായി തീർന്ന പൃഥ അപവാദത്തെ ഭയന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഒഴുക്കിക്കളഞ്ഞു. ആ കുഞ്ഞിനെ ലഭിച്ചത് മക്കളില്ലാതിരുന്ന രാധയ്ക്കും അതിരഥനുമായിരുന്നു. ഒരു ഉണ്ണിയെ കിട്ടിയപ്പോൾ അതിയായിട്ടുള്ള സ്നേഹവും ഭഗവാനോടുള്ള നന്ദി പറച്ചിലും മാത്രമായിരുന്നില്ല, ആ ഉണ്ണിയെ നല്ല രീതിയിൽ രാധയും അതിരഥനും വളർത്തി. അങ്ങനെ പ്രഥമ കൗന്ദേയൻ രാധേയനായി തീർന്നു, അതിരഥ പുത്രനായി തീർന്നു. എന്നാൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിരഥ പുത്രനായിട്ടുള്ള, രാധേയനായിട്ടുള്ള ആ കർണന്റെ ഉള്ളിൽ അർജുനനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണമെന്ന അസൂയ മാത്രമായിരുന്നു, ആ ചിന്ത മാത്രമായിരുന്നു കർണന്റെ ഉള്ളിലുള്ളത്. തന്നോടൊപ്പം പോരാടാൻ, അല്ലെങ്കിൽ അർജുനൻ ഉള്ളതുകൊണ്ട് തനിക്ക് എവിടെയും പ്രഥമ സ്ഥാനത്തെത്താൻ സാധിക്കുന്നില്ല എന്ന ചിന്ത അർജുനനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് കർണന് തോന്നിപ്പിച്ചു. അങ്ങനെ ചെറിയ പ്രായം മുതൽ തന്നെ അർജുനനോടുള്ള ശത്രുത കർണൻ വെച്ചു പുലർത്തിയിരുന്നു. അത് മഹാഭാരതം വായിക്കുമ്പോൾ കർണന്റെ ഓരോ ചിന്തകളെയും വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കർണൻ എങ്ങനെയാണ് ദുര്യോധന പക്ഷത്ത് ചേർന്നത്? വേറൊന്നും നമുക്ക് ചിന്തിക്കാനില്ല. പാണ്ഡവ പക്ഷത്ത് പാണ്ഡവാദികളും അർജുനനുമുണ്ട്. അതുകൊണ്ട് അർജുനനെ എതിരിടാൻ വേണ്ടിയിട്ട്, അർജുനനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അർജുനനെ വധിക്കുവാൻ വേണ്ടിയിട്ട് എതിർ സൈന്യം ആരാണോ അവരോടൊപ്പം നിന്നേ കർണന് മതിയാകൂ. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ കർണനെ ഉയർത്തിക്കൊണ്ട് വന്നത് ദുര്യോധനനാണ്. തനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ തന്നെ രക്ഷിക്കുവാൻ ദുര്യോധനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദുര്യോധനൻ എൻ്റെ സുഹൃത്താണ്, ആ സുഹൃത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ചിന്തിച്ചുകൂടി കർണൻ ദുര്യോധന പക്ഷത്ത്, കൗരവ പക്ഷത്തും കൂടി. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധമായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ വിചാരിച്ചു ആ സേനാനായകൻ എന്നുള്ള സ്ഥാനം തനിക്ക് തന്നെ ലഭിക്കുമെന്ന്. എന്നാൽ
കർണന്റെ ധാരണ അവിടെ തെറ്റി. കൗരവപക്ഷത്തെ സേനാനായകത്വ സ്ഥാനം കൊടുത്തത് ഭീഷ്മർക്കായിരുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൻ്റെ 10-ാം നാള് ഭീഷ്മ പിതാമഹൻ വീണു. അതിനുശേഷവും കർണൻ കരുതി സേനാനായകത്വ സ്ഥാനം തനിക്ക് തന്നെ ലഭിക്കുമെന്ന്. അവിടെയും കർണന് പിഴച്ചു. അവിടെയും സേനാനായകത്വ സ്ഥാനം കൊടുത്തത് ദ്രോണാചാര്യർക്കായിരുന്നു. 2 തവണയും സേനാനായകത്വം എന്നുള്ള സ്ഥാനം കർണന് ലഭിക്കാത്തതിൽ അതിയായിട്ടുള്ള മനോവിഷമം ഉണ്ടായിരുന്നു കർണന്. ആ ഒരു സാഹചര്യത്തിൽ അവരോട് 2 പേരോടും കർണന് അല്പം വിഷമമുണ്ടാക്കിയിരുന്നു, അസൂയ ഉണ്ടാക്കിയിരുന്നു. സേനാനായകത്വ സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ താൻ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ഇറങ്ങില്ല എന്ന് പോലും കർണൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനെയൊക്കെ ദുര്യോധനൻ തടുത്തു. ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യരും സേനാനായകത്വ സ്ഥാനം വഹിച്ചു. അവരൊക്കെ വീണു കഴിഞ്ഞപ്പോൾ 3ാമത്തേതായിട്ട് കർണന്റെ ഊഴമെത്തി. കർണൻ സേനാനായകൻ ആയി മാറി. അങ്ങനെ യുദ്ധം മുറുകിക്കൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ കർണന്റെ ഉള്ളിൽ വളരെയധികം അഹങ്കാരമുണ്ടായിരുന്നു. താനാണ് ഈ സൈന്യത്തെ നയിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഈ സൈന്യം നശിക്കാൻ പാടില്ല, ഒരിക്കലും കൗരവപക്ഷം തോൽക്കാൻ പാടില്ല എന്ന് കർണനുണ്ടായിരുന്നു. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹരുടെ അടുത്തേക്ക് സേനാനായകനായിട്ടുള്ള കർണൻ എത്തിച്ചേരുന്നു. കർണൻ ഭീഷ്മ പിതാമഹന്റെ അടുക്ക് എത്തിച്ചേർന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഭീഷ്മ പിതാമഹർ പറയുന്ന വാക്യമുണ്ട്. കർണന്റെ പ്രഭാവത്തെ പറ്റിയിട്ട് ഭീഷ്മ പിതാമഹൻ പറയാണ്, കർണ, നീ അതുല്യ വീരനാണ്. നിന്റെ ശൗര്യം ശത്രുക്കൾക്ക് പോലും അസഹനീയമാണ്. നിന്റെ പ്രഭാവം, നിന്റെ പൗരുഷം ദേവതുല്യമാണ്. അമ്പെയ്ത്തിലും ആയുധമിടുക്കിലും കൈമിടുക്കിലുമൊക്കെ തന്നെ നീ ശ്രീകൃഷ്ണ അർജുനന്മാർക്ക് സമനാണ്. അർജുനന്റെ പ്രഭാവത്തോടൊപ്പം തന്നെ കർണന്റെ പ്രഭാവത്തെയും ഉയർത്തിക്കാട്ടുകയാണ് ഭീഷ്മ പിതാമഹർ ചെയ്യുന്നത്. കർണന്റെ പ്രഭാവത്തെ പറ്റിയിട്ട് ഭീഷ്മ പിതാമഹർ മാത്രമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർണവധത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് രഥം പായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, അർജുന, നീ ശ്രേഷ്ഠനാണ്, ധീരയോദ്ധാവാണ്. എങ്കിലും നീ കർണനെ നിസാരനായി കാണരുത്. നിന്റെ ആയുധം ദിവ്യായുധം ഗാന്ധീവമാണ്, അത് ദിവ്യമായിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും കർണനെ നീ നിസാരക്കാരനായി കാണാനേ പാടില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ ഉന്നം തെറ്റാത്തവനാണ്. സ്ഥലകാല ഭേദമനുസരിച്ച് അതിൽ നിശ്ചയദാർഢ്യമുള്ളവനാണ് കർണൻ. നീ അവനെ നിസാരനായി ഒരിക്കലും കാണരുത്. തേജസ്സിൽ അഗ്നി സമനാണ് കർണൻ, വേഗത്തിൽ വായു സമനാണ് കർണൻ, ക്രോധത്തിൽ സിംഹസമനാണ് കർണൻ. അതുകൊണ്ട് കർണനെ ഒരിക്കലും നിസാരനായി കാണരുത്. അവൻ്റെ പ്രഭാവത്തെ മുഴുവൻ മനസ്സിലാക്കി അവൻ്റെ ധൈര്യത്തെ, അവൻ്റെ വീര്യത്തെ, അവൻ്റെ യുദ്ധതന്ത്രങ്ങളെയെല്ലാം വ്യക്തമായി മനസ്സിലാക്കി വേണം കർണനോട് നീ എതിരിടാൻ എന്ന് ഭഗവാൻ കൃഷ്ണൻ ആ യുദ്ധസമയത്ത് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന് ഉറപ്പായിരുന്നു കർണൻ്റെ പ്രഭാവം എത്രമാത്രമെന്ന്. ഇങ്ങനെയുള്ള കർണൻ എങ്ങനെയാണ് യുദ്ധകളത്തിൽ വധാർഹനായത് എന്ന് ചർച്ച ചെയ്യാം.